അള്ളാഹുവിൻ്റെ ഒരു നിർദ്ദേശം നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസക്കും വഅഹ്ലീകും നാറ വഖൂദുഹൻ നാസു ഹിജാറ. അത് ഏറ്റവും ശ്രദ്ധേയമായതാണ്. കുടുംബവുമായി നമ്മൾ സൂക്ഷിക്കുമ്പോൾ നമ്മളെപ്പോഴും ഓർക്കേണ്ടതാണ്. മനുഷ്യന്മാരോട്, സത്യവിശ്വാസികളോട് അള്ളാഹ് പറയുന്നത് ഖൂ അൻഫുസക്കും വഅഹ്ലീകും നാറ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാത്തു രക്ഷിക്കണം. അതാണ് നമുക്ക് ഏറ്റവും വേണ്ടത്. നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടാലേ സ്വർഗത്തിലേക്ക് കിടക്കുള്ളൂ. അപ്പം നരകത്തിൽ നിന്ന് കാത്തു രക്ഷിക്കാനാണ് അള്ളാഹു വിശ്വാസികളെ അൻഫുസക്കും വഅഹ്ലീകും നാറ എന്നിട്ട് പറയുന്നു വഖൂദുഹ അന്നാസു വൽ ഹിജാറ. നരകത്തിലിട്ട് അതിൻ്റെ ഇന്ധനം മനുഷ്യരും കല്ലുമാണ്. കല്ല് എന്ന് പറയുമ്പോൾ അതിന് പല വ്യാഖ്യാനങ്ങളും പറയുന്നുണ്ട്. ആരാധിക്കപ്പെടുന്ന കല്ലുകളാണ് എന്നാണ് അതിൻ്റെ പ്രബലമായ അഭിപ്രായം പറയുന്നത്. അതുകൊണ്ട് ഏറ്റവും വലിയ ചൂട് കിട്ടാനുള്ള ഒരു വിധത്തിൽ നമ്മളിവിടെയൊക്കെ കൽക്കരി എന്നൊക്കെ പറയും പോലെ ആ ജാതി കല്ലുകളാണെന്ന് പറയുന്ന ആധുനിക ചില മുഫസ്സിരീങ്ങൾക്കുണ്ട്. വലിയ ചൂടുണ്ടാകുന്നതാണ്. ഏതായാലും നരകത്തിൽ ഏറ്റവും വലിയ ചൂടുള്ളതാണ് തീ. നമ്മളിവിടുത്തെ തീ പോലെയല്ല. ഹദീസിൽ പറഞ്ഞത് 70,000 ഇവിടുത്തെ തീയിനേക്കാൾ 70,000 ചൂടിൻ്റെ കാഠിന്യം കൂടുതലുണ്ട് എന്നാണ്. 70,000 ഇവിടുത്തെ ചൂടിനെ നമുക്ക് എത്രയാണ് നമുക്ക് സഹിക്കാൻ കഴിയാത്തതാണല്ലോ. അതിനേക്കാൾ 70,000 ഇരട്ടി ചൂടാണ്. അതിന് മനുഷ്യന്മാരാണ് അതിലെത്തിയ ഇന്ധനം. പിന്നെ മനുഷ്യന്മാർ അള്ളാഹുവിനല്ലാതെ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളിൽ പ്രധാനമാണ് കല്ല്. അതൊക്കെ ചുട്ടായിരിക്കും ചുട്ട് കരിക്കുന്നത്. രക്ഷയ്ക്ക് വേണ്ടി വെച്ചായിരിക്കും ഈ ആരാധിക്കുന്ന സംഘങ്ങൾ. ഏതായിരുന്നു അതിൽ നിന്ന് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പ്രബോധനത്തിൻ്റെ സന്ദേശം ലഭിച്ചപ്പോൾ കുടുംബത്തിനെ വിളിച്ചിട്ടാണ് ആദ്യം പറയുന്നത്. കുടുംബത്തിൻ്റെ ബനി മുത്തലിബിനെ, ബനി ഹാഷിമിനെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സന്ദേശം പ്രഖ്യാപിക്കുന്നത് അങ്ങനെയാണല്ലോ. അവരോടെ പറഞ്ഞ് നബിനെ എല്ലാം വിശ്വസ്തനാണ്, നബി പറഞ്ഞാൽ സത്യം പറയുള്ളൂ എന്നവർക്കൊക്കെ അറിയാം. അങ്ങനത്തെ പ്രവാചകർ അവരെല്ലാവരും നബിയാണ് എന്ന് പറയുമ്പോൾ അവരെ പരിഹസിക്കുകയും നബിനെ തള്ളിപ്പറയുകയും അതുവരെ നബി എല്ലാം വിശ്വസ്തനായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമോട് നിങ്ങൾ ഈ പ്രബോധനമായി മുന്നോട്ട് പോകണം, കൽപ്പിച്ച കാര്യം തുറന്നു പറയ്ക്കാം, മുസ്തബിമാ തുമർ, എന്താ കൽപ്പിച്ച കാര്യം അത് ഇനി അടച്ചു വെക്കേണ്ടതല്ല, അതിന് കാർക്ക് പൊട്ടിക്കണമെന്നാണ് പുസ്തകം എന്ന് പറഞ്ഞാൽ. അത് തുറന്നു പറയണം. അവർ സ്വന്തം കുടുംബത്തിനാണ് തുടങ്ങുന്നത്. കുടുംബക്കാരെ വിളിച്ച് ഓരോ ഗോത്രങ്ങളെയും പേര് പറഞ്ഞ് ഇങ്ങനെ വിളിച്ചു. അവരോട് ആദ്യം ചോദിച്ചു, ഞാൻ ഇതിൻ്റെ അപ്പുറത്ത് ഒരു ശത്രു സൈന്യം നമ്മളെ ആക്രമിക്കാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ലേ? നീ കളവ് പറയാത്ത ആളല്ലേ, നീ പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കണമല്ലോ. തീർച്ചയായും വിശ്വസിക്കും. എന്നാൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഞാൻ മുന്നറിയിപ്പ് നൽകുന്നു, ബൈന യദൈ അദാബിൻ ശദീദ്, കഠിനമായ ശിക്ഷ വരാനിരിക്കുന്നുണ്ട്. ശത്രുക്കളല്ല, കഠിനമായ ശിക്ഷ വരാനിരിക്കുന്നുണ്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്. അതിനുവേണ്ടി രക്ഷപ്പെടാൻ എന്താണ് വേണ്ടത്? തൗഹീദാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിനാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ടാണ് അതിൽ നിങ്ങൾ അള്ളാഹുവിനെ നിഷേധിച്ചാൽ അല്ലെങ്കിൽ അതിൽ പങ്കു ചേർത്താൽ, മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗം ഹറാമാണ്, സ്വർഗം ഹറാമായി മാറും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന സന്ദേശമാണ് കൊടുക്കുന്നത്. അതാ പ്രവാചകൻ പറഞ്ഞത് എന്ന് അവരോടൊക്കെ വിളിച്ച് പറയുന്നത്. നിങ്ങൾ ഖൂ അൻഫുസക്കും എന്ന് പറഞ്ഞ ആ തത്വമാണ്. നിങ്ങൾ കാത്തു രക്ഷിക്കണം. എനിക്ക് നിങ്ങളോടൊന്നും ചെയ്യാൻ കഴിയില്ല, നിങ്ങൾക്ക് ആർക്കും ചെയ്യാൻ കഴിയില്ല. ഓരോരുത്തരും വിളിച്ച് പറഞ്ഞ കൂട്ടത്തിൽ സ്വന്തം മോൾ ഫാത്തിമാനെയും വിളിച്ചു. യാ ഫാത്തിമ ബിൻത് മുഹമ്മദ് തന്നെ വിളിച്ചത്. മുഹമ്മദിൻ്റെ മകൾ ഫാത്തിമ, അൻഖിദി നഫ്സകി മിനന്നാർ ലാ ഉഗ്നി അൻകി മിനല്ലാഹി ശൈഅ. മുഹമ്മദിൻ്റെ മകൾ ഫാത്തിമ, നിന്റെ നഫ്സിനെ ഞാൻ രക്ഷിക്കണം. ലാ ഉഗ്നി അൻകി മിനല്ലാഹി ശൈഅ, അള്ളാഹുവിൻ്റെ വക്കൽ നിനക്ക് യാതൊന്നും ചെയ്തു തരാൻ എനിക്ക് സാധ്യമല്ല, നിന്നെ രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിയില്ല. സിലൈമി മാലി മാഷീത്തി, എൻ്റെ സ്വത്ത് എന്തെങ്കിലും വേണ്ടി വന്നാൽ അത് നിനക്ക് എന്തെങ്കിലും തരാം. അതുകൊണ്ട് അവരോടൊക്കെ പറഞ്ഞപ്പോൾ, ഞാൻ നിങ്ങളുടെ കുടുംബബന്ധം ചേർക്കുന്ന കാര്യത്തിൽ എനിക്ക് കുടുംബപരമായി എന്തെങ്കിലും ചെയ്യാം, പക്ഷെ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിയില്ല എന്ന് കുടുംബത്തിലെ ഓരോ കബീലയെയും ഗോത്രങ്ങളെയും വിളിച്ചു പറഞ്ഞ് അവസാനം സ്വന്തം മോളെയും വിളിച്ചിട്ട് പറയുന്നു. എന്നൊക്കെ നാം മനസ്സിലാക്കേണ്ടത്, അതിന് രക്ഷയ്ക്ക് വേണ്ടത് നമ്മുടേതായ പ്രവർത്തനമാണ്. അത് നമ്മളെ മാത്രമല്ല, നമ്മുടെ കുടുംബത്തെയും നമ്മളതിന് രക്ഷിക്കണം എന്നുള്ളതാണ്.
ഈ രക്ഷയ്ക്കുള്ള മാർഗം അതെന്താണ്? അതാണ് നമുക്ക് പരിശുദ്ധ ആ ഖുർആനിലേക്ക് നമ്മൾ മടങ്ങുക എന്നാണ് നമ്മൾ ചെയ്യേണ്ടത്. അവിടെയാണ് ഇന്ന് മുസ്ലിമീങ്ങളുടെ ആ വൈമുഖ്യം അല്ലെങ്കിൽ അവരുടെ ഒരു അവഗണന കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ ഈ കൗമും ഈ ഖുർആനത അവർ പുറത്തേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന അവസ്ഥ മാശറയിലുണ്ടാകും. അതില്ലാതിരിക്കാൻ നമ്മൾ ആ ഖുർആൻ മനസ്സിലാക്കുക, ഖുർആൻ ഉൾക്കൊള്ളുക, ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. അതിന് പരിശുദ്ധ ഖുർആൻ്റെ അവതരണം ആദ്യമായി തുടങ്ങുന്നത് ഒരു റമദാൻ മാസത്തിലാണല്ലോ. റമദാൻ മാസത്തിൽ തന്നെ അള്ളാഹു അത് തിരഞ്ഞെടുത്ത് എന്തിനു വേണ്ടിയായിരിക്കണം? ആ റമദാനിൽ വ്രതമനുഷ്ഠിക്കാനാണ് നിർബന്ധമാക്കിയത്. വ്രതാനുഷ്ഠാനം നമുക്ക് നിത്യം ഉപയോഗിക്കുന്ന ആവശ്യമായ വസ്തുക്കൾ, അതിലേതാനും കാര്യങ്ങൾ വിട്ടു നിൽക്കാനാണല്ലോ നമ്മൾ പറയുന്നത്. ആഹാരം, പാനീയം, അതുപോലെ തന്നെ കുടുംബമായി ഭാര്യാഭർത്തൃ ബന്ധം, പ്രധാനമായും ഇതാണ്. പക്ഷേ ഇത് വിട്ടു നിൽക്കണമെന്ന് പറയുമ്പോൾ എന്തെല്ലാം നിരോധിച്ചിട്ടുണ്ടോ ആ നിരോധിച്ച കാര്യങ്ങളൊക്കെ വിട്ടുന്നതിന് ശേഷമാണ് ഈ അനുവദിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടത്. അതല്ലാതെ ബാക്കി തെറ്റായ കാര്യങ്ങൾ ദൈനംദിന കണ്ടിരിക്കുന്ന തെറ്റൊക്കെ ചെയ്യാം. എന്നിട്ട് നമുക്ക് സാധാരണ രീതിയിൽ അനുവദിച്ച കാര്യങ്ങൾ അത് വിട്ടു നിന്ന് നോമ്പ് നോൽക്കുക. ആ നോമ്പല്ല. സാധാരണഗതിയിൽ എന്നും നിഷിദ്ധമായ കാര്യങ്ങൾ, ആ നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം. ആ വിട്ടുന്നതിന് ശേഷം എന്നിട്ട് അള്ളാഹു അനുവദിച്ച ഈ അനുവദനീയമായ കാര്യങ്ങൾ അള്ളാഹു നിശ്ചയിച്ച സമയത്ത് ആ സമയം നമ്മൾ വിട്ടു നിൽക്കണം. അപ്പോഴേ പ്രധാനം ആവുകയുള്ളൂ. നേരെ മറിച്ച് ഈ 3 കാര്യങ്ങൾ പ്രധാനമായി വിട്ടു നിൽക്കണമെന്ന് പറഞ്ഞു. അത് നിശ്ചിത സമയത്തേക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ സമയം കഴിഞ്ഞാൽ നമുക്കത് പിന്നെ ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ സമയപരിധി ഇല്ലാതെ തന്നെ നമ്മൾ ഉപേക്ഷിക്കേണ്ട കാര്യങ്ങൾ അത് ഈ സമയത്തും ചെയ്തുകൊണ്ട് ഈ അനുവദനീയമായ കാര്യങ്ങൾ നിശ്ചിത സമയങ്ങൾ വിട്ടു നിൽക്കുന്നതാണ് കാര്യം. അതുകൊണ്ടാണ് മല്ലം യത് ഖൗല സൂരി വൽ അമല ബിഹി, ആരെങ്കിലും ഈ തെറ്റായ വാക്കുകൾ, തെറ്റായ പ്രവർത്തനങ്ങൾ ആരെങ്കിലും നിന്നില്ലെങ്കിൽ അവൻ്റെ ആഹാരങ്ങളെ പാനീയം വിട്ടുന്നതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. അപ്പോൾ ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ അതിൻ്റെ ശേഷം നമ്മൾ എല്ലാ കാര്യങ്ങളും ഈ ഖുർആൻ്റെ വിധിഫലക്ക്, പരിശുദ്ധ ഖുർആൻ പഠിച്ച് അത് ജീവിതത്തിൽ അത് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നമ്മൾ വ്യക്തി ജീവിതം, കുടുംബജീവിതം, സമൂഹ ജീവിതം ഇതെല്ലാം ശരിയാകും. അത് ശരിയായാൽ നമുക്ക് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി നമുക്ക് ചെയ്യാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ സാമീപ്യം നേടാനാണ് നമ്മളെപ്പോഴും ശ്രമിക്കേണ്ടത്. അള്ളാഹുവിനുള്ള അടുപ്പം നമുക്ക് അതിലാണ് വേണ്ടത്. അതിനുവേണ്ടി ഈ ഖുർആൻ്റെ അവതരണ കാലഘട്ടത്തിൽ തന്നെ ഖുർആൻ ഉൾക്കൊള്ളുന്നവരാണല്ലോ അനുചരന്മാർ. ആ അനുചരന്മാർ ഉൾക്കൊള്ളുന്ന ആ കാലഘട്ടത്തിൽ തന്നെ അവരോടടക്കം ഇപ്പോൾ ജീവിക്കുന്ന നമ്മളടക്കം ഒരു ചോദ്യം ഖുർആനിലൂടെ ചോദിച്ചു. ആ ചോദ്യമാണ് ഞാൻ നിങ്ങളെ ആദ്യം കേൾപ്പിച്ചത്. അത് ഒരു ചോദ്യം, അത് ഇപ്പോൾ ഇറങ്ങിയതല്ല. നമുക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മളെപ്പറ്റി ഇറങ്ങിയതാണെന്ന്. പക്ഷെ അവർക്കും ബാധകമാണത്, സഹാബികൾക്കും ബാധകമാണത്. അപ്പോൾ അതിൻ്റെ ഗൗരവം നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്രയായിരിക്കും? എന്താണ് ആ ചോദ്യം? അലം യഅ്നില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. സത്യവിശ്വാസികൾക്ക് അവരുടെ ഹൃദയങ്ങൾ അള്ളാഹുവിനെ ഓർക്കുന്നതിന് കീഴ്പ്പെടാൻ സമയമായില്ലേ എന്ന്. ആരോടെ ചോദിക്കുന്നത്? എന്ത് കൽപ്പന പറഞ്ഞാലും അനുസരിച്ചു കൊണ്ടിരിക്കുന്ന സഹാബികൾ. ആ സഹാബികൾ അവരുടെ കാലത്താണ് ഇറങ്ങുന്നത്. പക്ഷെ അവർക്ക് മാത്രമല്ല, ഇന്നിപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാധകമാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ല. അപ്പം നമുക്കത് ബാധകമാണെന്ന് നമ്മൾ ഉൾക്കൊള്ളണം. നമുക്കത് ബാധകമല്ലേ? അലം യഅ്നില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. സത്യവിശ്വാസികൾക്ക് അവരുടെ ഹൃദയങ്ങൾ അള്ളാഹുവിനെ ഓർക്കുന്നതിന് കീഴ്പ്പെടാൻ സമയമായില്ലേ? വമാ നസല മിനൽ ഹഖ്, അള്ളാഹുവിൻ്റെ പക്കൽ നിന്നിറങ്ങിയ ആ സത്യത്തിനും കീഴ്പ്പെടാൻ സമയമായില്ലേ? അതാണ് പ്രധാനം. അള്ളാഹുവിനെ ഓർത്താൽ, അള്ളാഹുവിനെ ഓർക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു പറഞ്ഞ മാതിരിയാണ് നമ്മൾ ജീവിക്കേണ്ടത്. അള്ളാഹു പറഞ്ഞത് എവിടെ നിന്നാണ് നമുക്ക് കിട്ടുക? അതിനാണ് അവസാനത്തെ ഗ്രന്ഥം ഖുർആൻ. ഇതിന് മുമ്പ് വേദഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് വേദഗ്രന്ഥങ്ങൾ, മുമ്പുണ്ടായിരുന്ന വേദഗ്രന്ഥങ്ങളൊക്കെ ഇന്ന് ആർക്കും അന്വേഷിച്ചാൽ കിട്ടില്ല. വേദഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ ആ വേദഗ്രന്ഥങ്ങൾ ഇന്ന് ഏതാണ്? അത് എവിടെയും സുരക്ഷിതമായ രൂപത്തിലില്ല. പരിശുദ്ധ ഖുർആൻ അള്ളാഹു സുരക്ഷിതമായി ഇത് വെച്ചിട്ടുണ്ട്. കാരണം ഖുർആൻ ഇറങ്ങിയാൽ അപ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഓതിക്കേൾപ്പിച്ചു കൊടുക്കും. ഓതിക്കേൾപ്പിച്ചു കൊടുക്കുക മാത്രമല്ല, എഴുത്തറിയുന്ന ആളുകളോട് എഴുതി വെക്കാൻ പറയും. ആ എഴുതി വെച്ച് അതൊക്കെ രേഖപ്പെടുത്തി
ഖുർആനാണ് അന്ന് തന്നെ അത് സുരക്ഷിതമായി വെക്കും. പക്ഷേ ഇന്നത്തെ മാതിരി പ്രിൻറ്റിങ്ങും ബൈൻഡിങ്ങും ഒന്നും ഇല്ലാത്തത് കൊണ്ട് അത് ക്രമീകരിച്ച് ശരിയായി വെച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അതിൻ്റെ ക്രമീകരണം അവരുടെ മനസ്സുകളിലായിരുന്നു. അവരുടെ ഹിഫ്ള്, ഖുർആന് ഹിഫ്ളു സദർ, മനസ്സിലുള്ള സംരക്ഷണമുണ്ട്. അതേപോലെ ഹിഫ്ളുൽ കിതാബ്, എഴുത്തിലുള്ള സംരക്ഷണമുണ്ട്. അപ്പോൾ എഴുതി വെച്ചിട്ടുണ്ട്, മനസ്സിൽ ഹിഫ്ളാക്കിയിട്ടുണ്ട്. ഈ ഹിഫ്ളാക്കി എഴുതി വെച്ചു. അത് പിന്നീട് ഒന്നിച്ച് അതുപോലെ ക്രമീകരിച്ച് വെച്ചത് പിന്നീട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിലാണ്. പകർപ്പെടുത്തത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിലാണ്. അപ്പോൾ അതൊക്കെ ആ എഴുത്തിലും സംരക്ഷിച്ച് വെച്ചു. അത് അള്ളാഹു വലിയൊരു അനുഗ്രഹമാണ്. ആ ഖുർആൻ അതേ പ്രകാരം ലിഖിത രൂപത്തിലും എഴുതി വെച്ചു. മനസ്സിലും സദർ, മനസ്സിലും അത് സംരക്ഷിച്ച് വെച്ചു. അത് ഓതിക്കളിപ്പിക്കുമ്പോൾ നബി ഒരായത്തിറങ്ങിയാൽ ഖുർആനിൽ ഇന്നത്തെ ക്രമപ്രകാരമല്ലല്ലോ അവതരണമാകുന്നത്. എന്നാൽ ആയത്തിറങ്ങിയാൽ, അടുത്ത ആയത്തിറങ്ങിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഇത് ഇന്ന സൂറത്തിലേക്ക് അവിടേക്ക് വെക്കണം, ഇത് അവിടേക്കുള്ള ആയത്താണ്. അത് അവരുകാരം മനഃപ്പാഠമാക്കി വെക്കും. പക്ഷെ അത് ഈ ലിഖിതമായി നിങ്ങൾ എഴുതി അവിടെ ഇവിടെ ഒരെല്ലാം തോലും കഷ്ണം എഴുതി വെച്ചത്, അത് ക്രമീകരിച്ച് വെച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിലാണ്. അത് ക്രമീകരിച്ച് വെച്ചു, അത് ശരിയാക്കി. അത് പിന്നെ അങ്ങനെ സൂക്ഷിച്ച് വന്നു. ഉമർ ഖത്താബ് ഖത്താബിൻ്റെ കാലത്തും ആ ഒരു മുസഹഫ് അത് അങ്ങനെ തന്നെ ക്രമീകരണം സൂക്ഷിച്ച് പറഞ്ഞു. അതുകൊണ്ട് ഖുർആൻ സുരക്ഷിതമാണ്. ആ ഉമർ റളിയല്ലാഹുവിൻ്റെ കാലശേഷം അള്ളാഹു വിചാരിച്ചിരിക്കണം ഇതൊരു കുറച്ചു കാലം ഈ സ്ത്രീകൾക്കും ബാധകമാണല്ലോ, അതിനുള്ളൊരു സ്ത്രീയുടെ കയ്യിലായിരിക്കട്ടെ ലോകത്തെ ക്രമീകരിക്കപ്പെട്ട ഈ വേദഗ്രന്ഥം കുറച്ചു കാലം. അങ്ങനെ മകൾ നബീൻ്റെ ഭാര്യയുമായ ഉമർ ഖത്താബിൻ്റെ മകളുമായ ഹഫ്സ റളിയല്ലാഹുവിൻ്റെ കാലത്തായിരുന്നു ആ ഗ്രന്ഥം പിന്നീട് ഉണ്ടായത്. കുറച്ചു കാലം അങ്ങനെയാണ് സൂക്ഷിച്ചത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ കാലത്ത്. പക്ഷേ അനറബികൾ വന്ന് ഖുർആൻ പലതരക്ക് ഓതിലൊക്കെ തുടങ്ങിയപ്പോൾ അതൊന്ന് സൂക്ഷിക്കണം, അതിനെപ്പറ്റി ഒന്നും കൂടി ചിന്തിക്കണം, അതും കൂടി അതിൻ്റെ പകർപ്പെടുക്കണം. അങ്ങനെയാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഹഫ്സ റളിയല്ലാഹു ഈ മുസാഫ് വരുത്തി അതിന് 7 പകർപ്പുകൾ എടുത്തു. എന്നിട്ട് അന്നത്തെ ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ സ്റ്റേറ്റുകൾ 7 തലസ്ഥാനങ്ങളിലേക്ക് കൊടുത്തു. ഇന്നും ആ മുസാഫ് അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. ചില മ്യൂസിയത്തിലേക്ക് അന്നത്തെ രൂപത്തിലുള്ളത് അത് ഖുർആൻ്റെ സംരക്ഷണമാണ്, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ആണ്. അതാണ് ഈ ഹക്ക്, ഈ സത്യം. ആ സത്യത്തിന് നിങ്ങൾ ഹൃദയങ്ങൾ കീഴ്പ്പെടണം. നമ്മുടെ ഹൃദയം അതിന് കീഴ്പ്പെടുക. അത് വന്നാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും, നമ്മുടെ എങ്ങനെയാണ് ഉമ്മയും ബാപ്പയും പെരുമാറേണ്ടത്. ഒരു വാപ്പാൻ്റെ ഉപദേശം ലുഖ്മാൻ എന്നൊരു പിതാവിനെ ഉദ്ധരിച്ചുകൊണ്ടാണല്ലോ ഖുർആൻ പറഞ്ഞത്. അതേ പ്രകാരം തന്നെ ശരിക്കും ഭാര്യ ഭർത്തൃ ബന്ധത്തെ സംബന്ധിച്ച് ഖുർആൻ പരാമർശമായി ഒരു വേദഗ്രന്ഥങ്ങളോ മറ്റൊരു നിയമഗ്രന്ഥങ്ങളോ പരാമർശിച്ചിട്ടില്ല. സ്ത്രീകളുടെ അവകാശത്തെപ്പറ്റി ലോകത്ത് സ്ത്രീകൾക്ക് ആദ്യമായി അവകാശമുണ്ട് എന്ന് പറയുന്ന ഗ്രന്ഥം ഒരു ഗ്രന്ഥം ഖുർആനാണ്. അതിന് മുമ്പ് സ്ത്രീകൾക്ക് അവിടെയും അവകാശമില്ല. അപ്പോൾ സ്ത്രീകൾക്ക് അവകാശം ഖുർആനിൽ കുറഞ്ഞിരിക്കുന്നോ എന്നൊക്കെ ഇപ്പം തർക്കം നടക്കുകയാണ്. പക്ഷേ അത് ഖുർആൻ അർഹിക്കുന്ന വിധത്തിൽ. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ കാലഘട്ടത്തിൽ ചിന്തിക്കേണ്ടത് നമ്മുടെ മനസ്സ് അതിന് കീഴ്പ്പെടുക, അള്ളാഹുവിൻ്റെ വക്കിൽ നിന്നിറങ്ങിയ സത്യത്തിൽ. പിന്നീട് പറയുന്നത് ഒരാൾക്കൂനൊക്കെല്ലതീന ഊത്തുൽ കിതാബ് മിൻ ഖബൽ, വേദഗ്രന്ഥം നൽകപ്പെട്ടിട്ടുണ്ട്, അവരെ പോലെ ആകരുത് എന്നാണ്. നമ്മളിത് അവഗണിച്ച് പോകരുത്. അന്നത്തെ വേദഗ്രന്ഥം അലങ്കോലപ്പെട്ടു പോയി, അത് അള്ളാഹു സുരക്ഷിതമായി നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ ആ ഖുർആനിലൊരു വാക്ക് പറഞ്ഞു, ഇത് അള്ളാഹിൻ്റെ കിതാബാണ്, അള്ളാഹു ഇറക്കിയതാണ്. ഫഖ്തുബി കിതാബിൻ മിൻ ഇൻദില്ലാ, ഇതുപോലത്തെ ഒരു കിതാബ് നിങ്ങളെടുത്തുള്ള ഞങ്ങൾ കൊണ്ടുവരിക അള്ളാഹു ഇറക്കിയത്. അവിടെ അതൊരു വെല്ലുവിളിയാണല്ലോ. ഇത് അള്ളാഹു ഇറക്കിയ ഗ്രന്ഥമാണ്. ഇതുപോലെ അള്ളാഹു ഇറക്കിയ വേറെ ഏതെങ്കിലും കിതാബ് ഞങ്ങളുടെ കയ്യിലുണ്ടോ? ഫഖ്തുബി കിതാബിൻ മിൻ ഇൻദില്ലാ, അള്ളാഹിൻ്റെ അടുക്കുന്ന ആ കിതാബ് നിങ്ങൾ കൊണ്ടുവരും. അത് എന്തിനു വേണ്ടി? ഹുവ അഹ്ദാ മിൻഹുമാ അത്തബിഉഹു, ഈ 2 കിതാബും വെച്ചിട്ട് ഏതാണോ ഏറ്റവും സന്മാർഗം നൽകുന്നത് ഞാൻ തുടർന്നോളാം. ഇതാർക്കാ ധൈര്യം വരിക? നിങ്ങൾ അള്ളാഹിൻ്റെ കിതാബ് 2 കാര്യമാണല്ലോ എന്ന് പറയുന്നത്. ഒന്ന് കൊണ്ടുവരുന്നത് അള്ളാഹിൻ്റെ കിതാബായിരിക്കണം. 2 ഇതിൽ നിന്ന് വെച്ച് അതും കൂടെ തുലനം ചെയ്താൽ ഇതിനേക്കാൾ സന്മാർഗം അതിലുണ്ടെന്ന് തോന്നണം. അങ്ങനെ നിങ്ങൾ കൊണ്ടുവരാൻ കഴിയുമോ? 2നും കഴിയില്ല. ആദ്യം കിതാബ് തന്നെ കൊണ്ടുവരാൻ കഴിയില്ല. വേറെ അങ്ങനത്തെ കിതാബ് ഇല്ല. അതാണ് അവരെ പോലെ ആവരുത് നിങ്ങൾ. അവരാ കിതാബ് കൈവിട്ടു, ജീവിതത്തിൽ പിന്മാറി. അതുപോലെ ഞങ്ങൾ ആവരുത് എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് ആ കാര്യത്തിലേക്ക് നമ്മളിങ്ങനെ അള്ളാഹുവിലേക്ക് അടുക്കുക, അള്ളാഹുവിൻ്റെ സാമീപ്യം നേടുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ നമുക്ക് നേടിയാൽ നമ്മുടെ കുടുംബം ശരിയാവും, വ്യക്തിജീവിതം ശരിയാവും, സമുദായം ഒന്നായിട്ട്
അങ്ങനെ വന്നാൽ നമ്മൾ അള്ളാഹുവിനോട് അടുത്തവരായി തീർന്നു. അള്ളാഹുവിൻ്റെ അടുത്തവർക്ക് എന്താണ് അള്ളാഹ് സാധാരണ പേര് പറയൽ? നമ്മൾ അത് ഒരു തെറ്റിദ്ധാരണയിൽ പറയുന്നതാണ്. ഈ സമസ്തക്കാർ വലിയ യോഗം നടന്നു, ഒരുപാട് ലക്ഷങ്ങൾ സമ്മേളന ജനങ്ങളുടെ, പക്ഷെ ആ ജനങ്ങളിൽ അവർ പറയണത് എന്താ പ്രത്യേകമെന്നറിയാമോ? ഇതിൽ ഒരുപാട് അള്ളാഹിൻ്റെ ഔലിയാക്കളുണ്ട്. ഈ ലക്ഷക്കണക്കിൽ കൂടിയ ജനങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് അള്ളാഹിൻ്റെ ഔലിയാക്കളുണ്ട്. വലിയൊരു അത്ഭുതം എന്നൊരു കുറേ ഔലിയാക്കളുണ്ടല്ലോ എന്നുള്ളത്. നമ്മളങ്ങനെ ഔലിയാക്കൾ ഉണ്ടാക്കാനല്ല പറയുന്നത്, നമ്മളെല്ലാവരും അള്ളാഹുവിൻ്റെ ഔലിയാക്കളാവാനാ പറയുന്നത്. കാരണം ഇത് അള്ളാഹിനോട് ബന്ധപ്പെട്ടാൽ അവർ അള്ളാഹിൻ്റെ വലിയാണ്. വലി എന്ന് പറഞ്ഞാൽ അടുത്തവൻ എന്നാണ് അർത്ഥം. നമ്മൾ അള്ളാഹു ഇങ്ങോട്ട് അടുത്തിരിക്കുന്നു. അള്ളാഹോട്ട് എങ്ങനെയാണ് അടുക്കുന്നത്? അത് നമ്മളെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നു, നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നു. ആ നിലയ്ക്ക് നമ്മളൊരു അടുപ്പമുണ്ട്. ഇങ്ങോട്ടടുത്ത അങ്ങോട്ട് കൊടുക്കൂലേ? ഇങ്ങോട്ടൊരു ഞാൻ അങ്ങോട്ടും എടുക്കും. അപ്പോൾ അള്ളാഹു നമ്മോട് ഇങ്ങോട്ടും എടുക്കും. അതെങ്ങനെ നമ്മൾ അള്ളാഹ് അങ്ങോട്ട് അടുക്കുന്നത്? നമ്മൾ അങ്ങോട്ട് അള്ളാഹുവിൻ്റെ ആളോട് അടുക്കുന്നത് എങ്ങനെയാണ്? അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കി അള്ളാഹുവിനോട് അവൻ്റെ സാമീപ്യം നമ്മൾ നേടുന്നു. അതാണ് നിങ്ങൾ വസീല, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം. അവനിലേക്ക് അടുക്കാനുള്ള മാർഗം ആരായണം. അങ്ങനെ അടുക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കളായി മാറുക. അലാ ഇന്ന ഔലിയ അള്ളാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്ന് പറഞ്ഞു. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ പേടിക്കാനില്ല, ദുഃഖിക്കാനില്ല. കാരണം അള്ളാഹുവിനോട് അടുത്തവന് പേടിക്കാനില്ലല്ലോ, ദുഃഖിക്കാനില്ലല്ലോ. അപ്പോൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ പറ്റി അതാണ് പറഞ്ഞത്. അലാ ഇന്ന ഔലിയ അള്ളാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വഹും യത്തഖൂൻ. അവർ വിശ്വാസികളാണ്, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഔലിയാക്കളുണ്ട് എന്നല്ല പറയേണ്ടത്, നമ്മളെല്ലാവരും അള്ളാഹിൻ്റെ ഔലിയാക്കളാണെന്നാണ് പറയേണ്ടത്. ആ ഒരു ബോധം നമുക്കുണ്ടാവണം. നമ്മുടെ കൂട്ടത്തിൽ ഔലിയാക്കളുണ്ട് എന്നല്ല, നമ്മളെല്ലാവരും അള്ളാഹിൻ്റെ ഔലിയാക്കളാണ്. ഇനി അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ആയിട്ടില്ലെങ്കിൽ എന്താണ് ആവുകയെന്നറിയാമോ? ഈ ഔലിയ എന്ന് പറഞ്ഞ വാക്ക് ഇപ്പോൾ ഒരു പ്രത്യേക വാക്കാണെന്ന് പ്രത്യേക ചില ആളുകൾക്ക് പറയുന്ന പേരാന്നൊരു ധാരണയുണ്ട്. ഒലി എന്ന വാക്കിൻ്റെ ബഹുവചനമാണ് ഔലിയ. നമ്മളെ ഇങ്ങോട്ട് സംരക്ഷിക്കുന്ന അള്ളാഹുവാണ്, വേറെ ഒലിയില്ല. അള്ളാഹു ഒലിയുല്ലദീന ആമനൂ, വിശ്വാസികളുടെ വലിയ അള്ളാഹുവാണ്. മാലക്കും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യിൻ, നിങ്ങൾക്ക് അള്ളാഹു അല്ലാതെ വേറെ വലിയ വേറെ ഇല്ല. ഇങ്ങോട്ട് വലിയാവുമ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ വലിയ അങ്ങോട്ടും ആകുന്നു. അങ്ങോട്ടാവുമ്പോൾ അള്ളാഹു ഒരുപാട് ഔലിയാക്കന്മാരാണ്. ഇനി അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ആയിട്ടില്ലെങ്കിൽ എന്താണ് ആവുക? അതുമൊന്ന് ശ്രദ്ധിച്ചാൽ മതി, അപ്പോഴേ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കുകയുള്ളൂ. ഒലി എന്ന വാക്കിന് ഒരു വിപരീത പദമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഒലിയ്, അള്ളാഹുവിനെ സമീപം നേടിയവൻ എന്ന വാക്കിനൊരു വിപരീത പദമുണ്ട്. അറബിയിൽ വിപരീത പദം എന്താ അറിയാമോ? അദൂവ് എന്നാണ്, ശത്രു എന്നതിൻ്റെ അർത്ഥം. ഒന്ന് മിത്രമാണ്, ഒന്ന് ശത്രുവാണ്. നമ്മൾ അള്ളാഹിൻ്റെ ഒലിയായിട്ടില്ലെങ്കിൽ അള്ളാഹിൻ്റെ അദൂവാണാണത്. ഔലിയാക്കളായിട്ടില്ലെങ്കിൽ അയതാക്കളാണ് ആക്കുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാവരും അള്ളാഹുവിൻ്റെ ഔലിയാക്കളായി, അവർക്കാണ് ഭയമില്ല, പേടിക്കേണ്ടതില്ല, സ്വർഗത്തിൻ്റെ അവകാശികളായിത്തീരും. അതിങ്ങനെ വന്ന് നമ്മൾ ഈ സ്വർഗത്തിലേക്ക് നമ്മുടെ കുടുംബവും നമ്മളും ഒന്നിച്ച് അള്ളാഹുവിൽ സാമീപ്യം നേടി ആ കുടുംബത്തിലൂടെ സ്വർഗത്തിലേക്ക് എത്താൻ നമുക്ക് സാധിക്കണം. അൻഫുസക്കും വൗലിക്കും നാറ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നമ്മൾ പ്രയോജനപ്പെടുത്തി പ്രവർത്തിച്ചാൽ പ്രാർത്ഥിച്ചാൽ ഉത്തരം ചെയ്യുന്ന കാരുണ്യവാനാണ് അള്ളാഹു. അവൻ്റെ കാരുണ്യമാണ് സ്വർഗം. സ്വർഗം റഹ്മത്താണ്. നരകം എന്ന് പറഞ്ഞാൽ അത് കർമ്മത്തിൻ്റെ ഫലം മാത്രമാണ്, പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് നരകം. സ്വർഗം അങ്ങനെയല്ല. നന്മ പ്രവർത്തിച്ചാൽ 10 ഇരട്ടിയാണ്, ഏറ്റവും ചെറുത്, പിന്നെ യാതൊരു കണക്കില്ലാതെ കൊടുക്കുക. അള്ളാഹുവിൻ്റെ വലിയ കാരുണ്യമാണ്. ആ സ്വർഗത്തിലേക്ക് ഒന്നിച്ച് ജീവിക്കുവാൻ, കുടുംബസഹിതം ഒന്നിച്ച് ചേരുവാൻ അള്ളാഹു നമുക്ക് അവർക്കും. ഇതിലെല്ലാം നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ലോകം ഇന്ന് വലിയ ഒരു വിഷമഘട്ടത്തിലാണ്. കാരണം ഈ മുസ്ലിം ലോകം, നമ്മൾ ഒരുപാട് ഇസ്ലാമിക രാഷ്ട്രങ്ങളുണ്ട്, പക്ഷെ ഒരു ഇസ്സത്തിൻ്റെ ശബ്ദം ഇവിടെ നിന്ന് കേൾക്കാനില്ല, ഒരു അന്തസ്സുള്ള ശബ്ദം. പിന്നീട് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഒരു രാഷ്ട്രം ഇറാൻ, പക്ഷേ അതാണെങ്കിൽ ഒരു ഷിയായിസത്തിലൂടെയാണ്. അതിന് അള്ളാഹുവിന് അനുഗ്രഹം ഉണ്ടാവും എന്ന് വിചാരിച്ചുകൂടെ. ശക്തി ഉണ്ടെങ്കിൽ ശക്തിയായിരിക്കും. പക്ഷെ അള്ളാഹുവിൻ്റെ കാരുണ്യം വേണമെങ്കിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന സ്വഭാവത്തിലേക്ക് എത്തിയാലേ ഉണ്ടാവുകയുള്ളൂ. അത് അതിനുണ്ടാകുമോ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. പക്ഷേ ഈ ഒരവസ്ഥയിൽ നമ്മുടെയൊക്കെ പരിശുദ്ധ ഖുർആനിലേക്ക് മടങ്ങണം. അതിന് മുസ്ലിം രാഷ്ട്രങ്ങൾ, മുസ്ലിം അവരാണ് ആദ്യം വരേണ്ടത്. അതിലേക്ക് വന്നാൽ
അപ്പോഴാണ് അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഭയപ്പെടാനില്ല. ഇനി ഒന്നുമില്ല എന്ന് വെക്കാം. നമ്മളൊരു മതേതര ബഹുലിക രാഷ്ട്രത്തിൽ ജീവിക്കുന്നവരാണ്. ഇവിടുത്തെ എല്ലാം എടുത്തു കളഞ്ഞു, ഷറയും ഒക്കെ പോയി, ഇവിടെ എല്ലാം ശരിയാത്ത നിയമമൊക്കെ മാറ്റം വരുത്തി. ഈ ഖുർആൻ ഉണ്ടെങ്കിൽ നമുക്ക് പേടിക്കണ്ട. നമ്മൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നുവെങ്കിൽ അത് നോക്കി നമ്മുടെ ഖുർആൻ എങ്ങനെ ജീവിക്കണമെന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതാർക്കും എടുത്തു കളയാൻ കഴിയില്ല. അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ കുടുംബത്തിലുണ്ടാവണം. കുടുംബത്തിൽ പ്രശ്നമുണ്ടായാൽ അത് പരിഹരിക്കാൻ ഖുർആൻ കൊണ്ട് എങ്ങനെ പരിഹരിക്കാൻ, അത് കുടുംബത്തിൽ നിന്ന് ചിന്തിക്കണം. കുടുംബത്തിൽ സാമ്പത്തിക പ്രശ്നമുണ്ടായാൽ അത് കോടതിയിൽ പോകുകയല്ല വേണ്ടത്. അത് കുടുംബം കൊണ്ട്, അതല്ലെങ്കിൽ മഹല്ല് കൊണ്ട്, അതല്ലെങ്കിൽ നമ്മുടെ സംഘടനകൾ കൊണ്ട് മസ്ലഹത്തുകൾ ഉണ്ടാക്കി ഈ ഇസ്ലാഹ് അത് കുടുംബം ഈ നമുക്ക് പറഞ്ഞു തരുന്നത് കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലും എല്ലാം ഇസ്ലാഹോടുകൂടി അതിലേക്ക് വരണമെന്ന് നമ്മൾക്കത് സാധിക്കും. അതിന് നമുക്ക് എല്ലാ സൗകര്യങ്ങളും കൊണ്ട് ഈ ഖുർആൻ എടുത്തു കളയാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ടാണ് നമ്മൾ അതിലേക്ക് മടങ്ങുക. ആ മടങ്ങിയാൽ നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. അള്ളാഹുവിൻ്റെ സഹായം നമുക്കുണ്ടാകും. അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ അനുസരണമുള്ള ദാസന്മാരായി സ്വർഗത്തിൻ്റെ അവകാശികളായി തീരാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വസലാമുൻ അലൽ മുർസലീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.